2024 ക്രിസ്തുമസ് തൃശ്ശൂരിലെ എറവ് കപ്പലപ്പള്ളിയെ സംബന്ധിച്ചിടത്തോളം കൂട്ടായ്മയുടെ ഉത്സവ ദിനങ്ങളാണ്. കാരണം ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ ആഹ്വാനം അനുസരിച്ച് പുൽക്കൂടെന്ന വിശുദ്ധ പാരമ്പര്യം എല്ലാ ആളുകളും ഒത്തൊരുമിച്ച് സൃഷ്ടിച്ച ദിവസങ്ങളായിരുന്നു ഈ 2024 ക്രിസ്തുമസ്. എറവ് കപ്പൽപ്പള്ളിയിലെ ഈ വർഷത്തെ ക്രിസ്മസ് ആഘോഷം ഒരുപാട് പ്രത്യേകതകൾ നിറഞ്ഞതാണ്. അതിലെടുത്തു പറയാവുന്നത് പുൽക്കൂട് തന്നെ. ബൈബിളിലെ ഉൽപ്പത്തി മുതൽ ജനനം വരെയുള്ള 10ഓളം വ്യത്യസ്തമായ പ്ലോട്ടുകളാണ് ഈ പ്രാവശ്യത്തെ പുൽക്കൂട് നിർമ്മാണത്തിനായിട്ട് യൂസ് ചെയ്തിരിക്കുന്നത്. അത് ഇവിടെ ഇടവകയിൽ പ്രവർത്തിക്കുന്ന ഭക്തസംഘടനകളെയാണ് ഏൽപ്പിച്ചിരിക്കുന്നത്. അവർ അഹോരാത്രം ഒരു മാസത്തോളം പ്രയത്നിച്ചതിൻ്റെ ഫലമായാണ് ഇത്രയും മനോഹരമായ ഒരു പുൽക്കൂട് ഒരുക്കാൻ ഇവിടെ സാധിച്ചത്. ഈ മെഗാ പുൽക്കൂട് വഴി ഒരുപാട് യുവജനങ്ങൾക്ക് ഒരു ബൈബിൾ അധിഷ്ഠിതമായ ഒരു വലിയ സന്ദേശം പകർന്നു കൊടുക്കാൻ സാധിച്ചതിൽ ഞങ്ങൾ എറവ് ഇടവകക്കാർ വളരെ സന്തുഷ്ടരാണ്. നമുക്കറിയാം, പുൽക്കൂട് ഒരു വിശുദ്ധമായ പാരമ്പര്യമാണ്. ക്രിസ്തു ജനിക്കുന്നത് കൂട്ടായ്മയിലും ഒത്തൊരുമിച്ചുള്ള പ്രവർത്തനങ്ങളിലും ഒപ്പം ത്യാഗങ്ങളുടെ പുൽക്കൂടിലുമാണെന്ന് ഈ നല്ല ദിവസം നമ്മളെ ഓർമ്മപ്പെടുത്തുന്നുണ്ട്. ഇടവകയിലെ യുവതി യുവാക്കള്, വിവിധ സംഘടനകള് രാത്രിയും പകലും ഒത്തൊരുമിച്ച് പുൽക്കൂടിന് വേണ്ടി ഒരുങ്ങുമ്പോൾ ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ ആഹ്വാനം ശിരസ വഹിക്കുകയായിരുന്നു. വിശുദ്ധമായ പാരമ്പര്യങ്ങൾ അടുത്ത തലമുറയ്ക്ക് കൈമാറുന്നതിലൂടെ ജീവനുള്ള ക്രൈസ്തവരായി മാറാൻ നമുക്ക് പരിശ്രമിക്കാം. ഓരോ പുൽക്കൂടും നമ്മെ പഠിപ്പിക്കുന്നതും ഇതൊക്കെ തന്നെയാണ്. വചനം മാംസമായി നമ്മുടെ ഇടയിൽ വസിച്ചു. വാക്കുകൾ പ്രവൃത്തികളാകുന്നിടത്താണ് ജീവനുള്ളത്. ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ വാക്കുകൾ ഈ എറവിടവക, ഈ കപ്പൽപ്പള്ളി ജീവനുള്ള വലിയ പുൽക്കൂടാക്കി മാറ്റിയിരിക്കുന്നു. എവർക്കും മെറി ക്രിസ്മസ്.